വ്യായാമം ചെയ്യേണ്ടതുണ്ട്. വ്യായാമത്തിൽ നമ്മൾ ഒരു കാലത്തും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അപ്പം വ്യായാമം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ക്ഷീണത്തിനും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ബിൽഡിനും അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്താമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂരിഭാഗം പേരും പള്ളിയിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഒരുപാട് സമയം പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ അതൊക്കെ മാക്സിമം നടന്നു ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ സമയത്ത് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ തന്നെ നല്ല ശക്തമായിട്ടുള്ള വ്യായാമം ചെയ്യുന്ന അവസ്ഥകളാണ്. നമുക്കറിയാം രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് നമസ്കരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെയാണ് അതിലൂടെ കിട്ടുന്നത്. കുറച്ച് എയറോബിക് എക്സസൈസുകൾ, യോഗ പോലത്തെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസുകൾ, ഇതൊക്കെ ഈ ഒരു സമയത്ത് സാധാരണ രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വല്ലാതെ വേർത്ത് പോകുന്ന എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സസൈസിൻ്റെ ഷെഡ്യൂൾ നോമ്പ് തുറക്കുന്നതിന് ശേഷവും നോമ്പ് രാവിലെ നോൽക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അതുപോലത്തെ ഹെവി വെയിറ്റ് എടുക്കുന്നവർക്ക്